ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നാളെ നാടിനു സമർപ്പിക്കും. 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പൂർണ്ണമായും ശുദ്ധജലം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക ചികിത്സാ സൌകര്യങ്ങളൊരുക്കും. സന്തോഷ് ട്രോഫി ക്വാർട്ടർ മത്സരത്തിൽ കേരളം അല്പസമയത്തിനകം മിസോറാമിനെ നേരിടും. വാർത്തകൾ വിശദമായി. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ രാജ്യത്ത് പുതിയ തൊഴിൽ സംസ്കാരം സൃഷ്ടിച്ചുവെന്നും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. എണ്ണ, വാതകം, റെയിൽവേ, ആണവോർജ്ജം, റോഡ് ഗതാഗതം എന്നിവയുമായി ബന്ധപ്പെട്ട ഏകദേശം 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഒഡീഷയിൽ ഇന്ന് തുടക്കം കുറിച്ചത്. രാവിലെ തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളുമായി ആദ്യ ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് പുറപ്പെടും. ആദ്യ ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷം അന്നേ ദിവസം തന്നെ പൊതുജനങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കും. വരുന്ന 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പൂർണ്ണമായും ശുദ്ധജലം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് ജല അതോറിറ്റി പരിശ്രമം നടത്തിവരികയാണ്. ഇതിനായി വലിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സ്വന്തം കുടിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വ ഉടൻ വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള ചർച്ച ഫലം കണ്ടുവരികയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക ചികിത്സാ സൌകര്യങ്ങളൊരുക്കും. ആയുഷ് മേഖലയുടെ വികസനത്തിനായി 532 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. NABH സർട്ടിഫിക്കേഷൻ നേടിയെടുത്ത 150 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ആയുഷ് സോഫ്റ്റ്വെയറുകളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് നടന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാത്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്തെ 4 ലക്ഷം യുവജനങ്ങൾക്ക് ഭാവി തൊഴിൽ മേഖലകളിൽ വരുന്ന 3 വർഷത്തിൽ വിദഗ്ധ പരിശീലനം എന്ന ലക്ഷ്യത്തിൽ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം കേരളത്തിലെ യുവാക്കളെ ഭാവിയിലേക്ക് സജ്ജമാക്കുന്ന നൈപുണ്യം പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി. ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളായുള്ള NSDCI ജർമ്മൻ ഭാഷാ പരിശീലന പരിപാടിയിൽ പങ്കാളികളായ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി നിയമന ഉത്തരവ് ചടങ്ങിൽ വിതരണം ചെയ്തു. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വി ഹരി നായർ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം നടപ്പാക്കുന്ന പ്രചാരണ പരിപാടിയാണ് മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ. ഏതൊരു ഭാരതീയ പൌരനുമുള്ള മൂല്യവത്തായ അവകാശമായ വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തം കൃത്യമായി വിനിയോഗിക്കണമെന്ന് സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മനുഷ്യ ചരിത്രത്തിലും മാനവരാശിയുടെ വികസനത്തിന്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ ഒരു ലക്ഷണമാണ് വാസ്തവത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത്. വ്യക്തിയുടെ പ്രധാനപ്പെട്ട പൌരാവകാശങ്ങളിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലും ഒന്നായിട്ടാണ് നമ്മൾ വോട്ടവകാശത്തെ കാണുന്നത്. ജനാധിപത്യ പ്രക്രിയ എന്ന മഹാ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നമ്മുടെ നാട് അതിന്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരു ജനത സിവിൽ സമൂഹത്തിലെ പൌരർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം രേഖപ്പെടുത്താൻ കിട്ടുന്ന സുലഭമായ സന്ദർഭമായിട്ടാണ് നമ്മൾ വോട്ടവകാശത്തെ കാണുന്നത്.
ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 2 വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഓൺ എയർ gov.in വാക്കൻസീസ് എന്ന വെബ്സൈറ്റിലുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ applications.prasarbharati.org എന്ന വെബ് ലിങ്കിൽ 2024 മാർച്ച് 19-നകം ലഭിക്കേണ്ടതാണ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഇന്നും 2 മരണം. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് വയോധികൻ പാലാട്ടിൽ എബ്രഹാം മരിച്ചു. സ്ഥലത്ത് ജനം പ്രതിഷേധത്തിലാണ്. തൃശൂരിൽ പെരിങ്ങൽകുത്തിന് സമീപം വാച്ച്മരം കോളനിയിൽ 64 വയസ്സുള്ള വത്സല കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. കൊല്ലം മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അവസാനിപ്പിക്കുന്നതിനായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പന്നിക്കൂട്ടങ്ങളെ വെടിവയ്ക്കാൻ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അട്ടപ്പാടിയിൽ മാനിറച്ചിയും തോക്കുമായി നായാട്ട് സംഘം പിടിയിലായി. മലപ്പുറം അട്ടപ്പാടി സ്വദേശികളായ 6 പേരാണ് പിടിയിലായത്. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് രാത്രി 7-ന് നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളം മിസോറാമിനെ നേരിടും. ഇന്ന് നടന്ന ആദ്യ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ മണിപ്പൂർ സെമിഫൈനലിൽ കടന്നു. അരുണാചലിലെ ഇറ്റാനഗറിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 7 ഗോളുകൾക്ക് അസമിനെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പൂർണ്ണമായും ശുദ്ധജലം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കും. സന്തോഷ് ട്രോഫി ക്വാർട്ടർ മത്സരത്തിൽ കേരളം അല്പസമയത്തിനകം മിസോറാമിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.